Hi everyone. ഹായ് മാം. മാം എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട് ഇന്നലത്തെ. പറയടാ. സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. ഷെയർ ചെയ്യൂ. അവിടെയല്ല അത് വെച്ചത്. സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാം, പറഞ്ഞോളൂ. നമ്മള് ഇതിൽ കൊടുക്കുന്ന ഈ അസേർട്ടിന്റെ ഇതില്ലേ, അത് നമ്മള് ഈ പേജിൽ ആഡ് ചെയ്യോ? ഇല്ല, അസേർഷൻ ആഡ് ചെയ്യില്ല. അപ്പൊ അത് റിമൂവ് ചെയ്യാല്ലേ? പക്ഷെ അപ്പൊ ഇത് എറർ വരത്തില്ലേ ഇത് ഇവിടെ ഇങ്ങനെ കിടന്നാല്? അത് അവിടെ തന്നെ കൊടുക്കാം, അസേർഷൻ ഇവിടെ തന്നെ കൊടുക്കാം. ഞാൻ ആദ്യം ഒന്ന് നോക്കിയപ്പോ എനിക്ക് എറർ അടിച്ച പോലെ തോന്നി. എക്സിക്യൂട്ട് ചെയ്യോ? കൃഷ്ണകുമാർ ചെയ്യാൻ പറ്റിയിരുന്നോടാ? ഇല്ല, വർക്കായി. പിന്നെ അതേപോലെ ഈ ടൈം ഡോട്ട് സ്ലീപ്പ് ഇവിടെ കൊടുക്കാതെ, അതായത് കമന്റ് ചെയ്തിട്ട് ഒഴിവാക്കണം. നമ്മൾക്ക് പഠിക്കാനുണ്ട്, വെയിറ്റ് മെക്കാനിസം പഠിക്കാനുണ്ട് കേട്ടോ. ഇത് ഒഴിവാക്കിയപ്പോ എനിക്ക് എറർ അടിച്ചായിരുന്നു. അഡ്മിനിൽ ക്ലിക്ക് ചെയ്യുമ്പോ, അഡ്മിനിലും ഈ മാനേജ് ന്യൂസിലും ക്ലിക്ക് ചെയ്യുമ്പോ. ഓക്കെ, ഓക്കെ. ടൈം ഡോട്ട് സ്ലീപ്പ് അല്ലാതെ വേറെ പറഞ്ഞുതരാം കേട്ടോ മെത്തേഡ്. ഓക്കെ. ഓക്കെ, എല്ലാവർക്കും എക്സിക്യൂട്ട് ആയായിരുന്നോ കോഡ്? നിരഞ്ജന അഡ്മിന് മാത്രല്ലേ പേജ് എഴുതാൻ പറഞ്ഞിരുന്നു, ന്യൂസിനും എഴുതണമായിരുന്നോ? ന്യൂസിനും കൂടെ എഴുതിയാൽ ബെറ്റർ ആണ് എന്ന് പറഞ്ഞിരുന്നു. എഴുതിയിട്ടില്ലെങ്കിൽ ഇപ്പൊ എഴുതിക്കോ, പ്രശ്നമില്ല. മാം ഒരൊറ്റ കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ നമ്മള് ഇതിലാണെങ്കിൽ സെൽഫ് ബ്രൗസർ ഇൻസ്റ്റൻസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് സെൽഫ് ഡോട്ട് ഡ്രൈവർ ഈക്വൽ ടു ബ്രൗസർ ഇൻസ്റ്റൻസ് എന്ന് കൊടുത്തിട്ടില്ലേ, അതുപോലെ നമുക്ക് പേജിലും ആഡ് ചെയ്തുകൂടെ? അതായത് ഈ ഫംഗ്ഷനകത്ത് ബ്രൗസർ ഇല്ല, അങ്ങനെ ചെയ്യില്ല. ബിക്കോസ് ഫിച്ചേഴ്സ് ടെസ്റ്റ് ക്ലാസ്സസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതുക. അത് പേജ് ക്ലാസ്സിൽ കൊണ്ടുപോയി യൂസ് ചെയ്യാൻ പാടില്ല സിൻടാക്സ് വൈസ്. ഓക്കെ. ഞാൻ രേവതിയോട് ചോദിച്ചോളാം. ചോദിച്ചോ. ഓക്കെ, ആർക്കെങ്കിലും ന്യൂസിന്റെ പേജ് ക്ലാസ് ചെയ്യാൻ പെൻഡിങ് ഉണ്ടോ? അത് ചൂട് പിടിച്ച ചെറിയ ചൂട് പോലെ തന്നെ ഓക്കെ. ഓക്കെ, നിങ്ങള് ഓക്കെ, ആരെങ്കിലും മറ്റേ ന്യൂസിന്റെ ചെയ്യാൻ പെൻഡിങ് ഉണ്ടോടാ? എനിക്ക് പെൻഡിങ് ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല, നാളേക്ക് ചെയ്താൽ മതിയേ. നമ്മൾ
നമ്മളിപ്പോ പേജ് ഒബ്ജക്ട് മോഡൽ ഇംപ്ലിമെന്റ് ചെയ്തു. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് കുറച്ചും കൂടെ ഈസിനെസ്സിന് വേണ്ടി നമുക്ക് എന്തായിരിക്കും പൊന്നോ അപ്പോ ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് നമ്മൾക്ക് ഇതിൽ പേജ് ഫാക്ടറി ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, പേജ് ഫാക്ടറി എന്ന് പറയുന്നത് അടുത്ത ഒരു ഡിസൈൻ പാറ്റേൺ ആണ്. പേജ് ഒബ്ജക്ട് മോഡലിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ഒരു ഡിസൈൻ പാറ്റേൺ ആണ് പേജ് ഫാക്ടറി എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ലോഗിൻ പേജ് മാത്രം എടുക്കാം. ബാക്കി എല്ലാം ഒന്ന് ക്ലോസ് ചെയ്ത് കളയാമോ? ലോഗിൻ പേജ് ഡോട്ട് പി വൈ മാത്രം ഓപ്പൺ ചെയ്യാം. ഇതില് നമ്മളുടെ ബൈ ഡോട്ട് എക്സ്പാത്ത് ആൻഡ് എന്താണ് //input@name equals username അത്രയും പോർഷൻസ് ഇല്ലേ, ഒന്ന് കട്ട് ചെയ്യോടാ. അവിടെ നിന്ന് കോപ്പി ചെയ്യാമോ? .find_element of എന്നുള്ളതിന്റെ ബൈ ഡോട്ട് എക്സ്പാത്ത് ആ ബ്രാക്കറ്റ്സ് എടുക്കും കേട്ടോ. ഓക്കെ, കോപ്പി ചെയ്തോടാ. self.driver equals driver എന്ന് കൊടുത്തതിന്റെ തൊട്ട് താഴെയായിട്ട് അത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തേ. മുകളില് self.driver equals driverന്റെ മുകളില് താഴെ ലൈൻ നമ്പർ 6 കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ്സിൽ കൊടുക്കണം. അത് അതിനൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാമോ? ലൈൻ നമ്പർ 7 അതിനൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിടുമോ? ഇഷ്ടമുള്ളൊരു വേരിയബിൾ കൊടുത്തോളൂ. ഇനി ഫൈൻഡ് എലമെന്റിന്റെ അകത്തുണ്ടല്ലോ, ഞാൻ പറയുന്ന പോലെ കൊടുക്കണേ. മാം ഈ 9th ലൈനിലെ ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യണോ? വേണ്ട, ഫൈൻഡ് എലമെന്റിൽ എന്താ കൊടുക്കണ്ടെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അവിടെ സെൽഫ് ഡോട്ട് എന്ന് പറഞ്ഞ് വേരിയബിൾ ഡിഫൈൻ ചെയ്യണേടാ. ലൈൻ നമ്പർ 7 സെൽഫ് ഡോട്ട് നിങ്ങളുടെ വേരിയബിൾ നെയിം അങ്ങനെ വേണം വരാനായിട്ട്. സെൽഫ് ഡോട്ട് യൂസർ നെയിം അണ്ടർസ്കോർ ലോഗിൻ. ഇനി എന്ത് ചെയ്യാ, സെൽഫ് ഡോട്ട് ഫൈൻഡ് അണ്ടർസ്കോർ എലമെന്റ് ഇല്ലേ, ആ ബ്രാക്കറ്റ്സിൽ വന്നിട്ട് ഒരു സ്റ്റാർ കൊടുക്കുക. സെൽഫ് ഡോട്ട് യൂസർ നെയിം അണ്ടർസ്കോർ ലോഗിൻ. ഇനി നമ്മളുടെ ലോഗിൻ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാമോ? ടെസ്റ്റ് ലോഗിനിൽ ഏതെങ്കിലും ടെസ്റ്റ് കേസ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാമോ? എന്തെങ്കിലും ഫെയിലിയേഴ്സ് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഫെയിലിയേഴ്സ് ഇല്ല അല്ലേ? നമ്മളിപ്പോ ഇങ്ങനെ ചെയ്തിട്ട് പേജ് ഫാക്ടറി കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും ബേസിക് ആയി പറഞ്ഞാൽ, ഇനിയിപ്പോ നിങ്ങൾക്ക് ലെറ്റ്സ് സേ ഇതേ യൂസർ നെയിമിന്റെ ലൊക്കേറ്റർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഫംഗ്ഷൻ കൂടെ എഴുതണമെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾക്ക് ഒരു റാൻഡം ആയിട്ടുള്ള ഫംഗ്ഷൻ കൂടെ എഴുതാനുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ഒരു ലൊക്കേറ്ററിനെ ഒറ്റ തവണ എഴുതിയതിന് ശേഷം നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് അവിടെ കോഡ് ഡ്യൂപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യാം. അതിനാണ് നമ്മൾ പേജ് ഫാക്ടറി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോടാ? ഒന്നുകൂടെ പറയൂ. മുകളിലില്ല, മുകളിലോട്ട് റിങ്ങിയൊന്നും കേൾക്കുന്നില്ല. റിങ്ങിയുണ്ട്, കേൾക്കുന്നില്ല. അച്ഛൻ ആ പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതേപോലെ നമ്മളുടെ പാസ്വേഡിന്റെ ലൊക്കേറ്ററിനെ എഴുതി നോക്കിക്കേ. നിരഞ്ജൻ ഇത് ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടി പറയാവോ? ഈ പേജ് ഫാക്ടറി പേജ് ഇംപ്ലിമെന്റേഷൻ ഫാക്ടർ എന്നോട് പറയണോ? ഉം. അതായത് നമ്മളിപ്പോ പേജ് ഒബ്ജക്ട് മോഡൽ ചെയ്തു. ആൻഡ് പേജ് ഒബ്ജക്ട് മോഡലിൽ എന്ത് ചെയ്തു? നമ്മൾ ഫൈൻഡ് എലമെന്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലൊക്കേറ്ററിനെ അതാത് ഫങ്ഷൻസിന്റെ അകത്ത് എഴുതി അല്ലേ? അതല്ലേ നമ്മൾ ചെയ്തത്? അതെ. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂ എന്താന്ന് വെച്ചാല് ഇവിടെ ലെറ്റ്സ് സേ നിങ്ങൾക്ക് ഇതേ ലൊക്കേറ്ററിനെ ഒരു വട്ടം കൂടെ യൂസ് ചെയ്യണമെന്ന് വിചാരിക്കൂ, റീയൂസ് ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. ഓക്കെ. അപ്പൊ റീയൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ എഗെയിൻ ഇതേ ലൊക്കേറ്ററിനെ റിപ്പീറ്റഡ്ലി എഴുതിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റഡ് കോഡ് നിങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കണം, വേണ്ടേ? അതെ. സോ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേജ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ഡിസൈൻ പാറ്റേണിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. പേജ് ഫാക്ടറി എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമുക്ക് നമ്മളുടെ ലൊക്കേറ്റേഴ്സിനെ റീയൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക്. മനസ്സിലായോ? മനസ്സിലായടാ? ഓക്കെ, അപ്പൊ നമ്മള് ലൊക്കേറ്റ് ചെയ്യുമ്പോ എപ്പോഴൊക്കെ ഈ യൂസ് ആ എലമെന്റ് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് റീയൂസ് ചെയ്യാം. റീയൂസ് ചെയ്യാം, അതെ. നമ്മളുടെ ഈ പേജ് ക്ലാസ്സിൽ ഇനി നമുക്ക് വീണ്ടും ലൊക്കേറ്റർ എഴുതണ്ട, പകരം ഈ സ്റ്റാർ സെൽഫ് ഡോട്ട് എന്നിട്ട് മാത്രം വിളിച്ചാൽ മതി. ഓക്കെ, ആ സെയിം എലമെന്റ് ലൊക്കേറ്റ് ചെയ്യാൻ നമുക്ക് ഇത് റീയൂസ് ചെയ്യാം. അതെ അതെ. ക്ലിയർ ആണോ കൃഷ്ണകുമാർ? ഓക്കെ. ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യോ? ചെയ്ത് നോക്കട്ടെ. ഓക്കെ. ഓക്കെ, ഫൈൻ. പേജ് ഒബ്ജക്ട് മോഡൽ എല്ലാത്തിലും ചെയ്തായിരുന്നോ? കംപ്ലീറ്റ് ആയായിരുന്നോ? ഓക്കെ, ഫൈൻ. ബാക്കി ചെയ്തേടാ. അടുത്ത എന്റെ ചെയ്തോ. എവിടെ?
പാടൊന്നും വീണിട്ടില്ല. നഖം എടുത്തിട്ടേ ഉള്ളൂ. ഞാൻ അച്ഛൻ വന്ന് ഒന്നായിട്ടാണ് തീ കത്തിക്കുന്നതിനകത്ത് അതാണ് ഇട്ടിട്ടോ. കാരണം അത് 500 പ്രാവശ്യം ഇത് പെറുക്കി വെക്കുന്നു. ഇന്നെ കൊണ്ടേക്ക് ഒന്നും പെറുക്കിയേക്കാൻ പറ്റില്ല. ഇതിങ്ങനെ കുറെ അവിടെ ഇവിടെ. ഇതുപോലെ നമ്മളുടെ ബാക്കി പേജസിലും ചെയ്തേടാ. അച്ഛമ്മയല്ല, അച്ഛമ്മ അടിച്ച് വൈകിച്ചില്ലേ മോളെ. അതിന് കളിക്കാൻ മൂടാണ് അതിന് ഈ ഇത് കണ്ടാലേ. എടാ ഒരു സെക്കൻഡ്, ഒന്ന് അത് എടുക്കാമോ? ടെസ്റ്റ് ന്യൂസ് എടുക്കാമോ? ടെസ്റ്റ് ന്യൂസിൽ ഹോം ഈക്വൽസ് ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് അണ്ടർസ്കോർ എലമെന്റ് ലൈൻ നമ്പർ 27 വരും കൃഷ്ണകുമാർ. ഇതിനെ നമുക്ക് നമ്മുടെ ന്യൂസ് പേജിൽ എഴുതണ്ടേടാ. അതും എഴുതണം. മീൻസ് അന്ന് കോമൺ ആയിട്ടുള്ളതൊന്നുമില്ല, എല്ലാം എഴുതണം. അതായത് നമ്മൾ ഏതൊക്കെയാണോ നമ്മളുടെ ഇതില്. അല്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല നമ്മൾ കൊണ്ടിടുന്നത്. വേണ്ട, എല്ലാം എഴുതാം എൻ്റെ അകത്ത്. ഓക്കെ. അതിലല്ലടാ, വേറെ ഫംഗ്ഷൻ ആയിട്ട് ചെയ്തു കേട്ടോ. ഫംഗ്ഷന്റെ പേര് മാറ്റി കൊടുത്തേ. അത് കറക്റ്റാ. ഇനി ആ ഹോം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി എന്താ വെച്ചാൽ ന്യൂസ് അണ്ടർസ്കോർ പേജ് ഡോട്ട് എന്റെ പൊന്നുമോള് ദയ വിചാരിച്ചിട്ട് സാധനം പെറുക്കി വെക്കുക, അല്ലെങ്കിൽ വലിച്ചെന്ന് കത്തിക്കുക. അപ്പൊ ആ തീ കൊണ്ടിട്ടാ ഇങ്ങനെ വലിച്ചു കൂട്ടരുത്. അതെനിക്ക് മനസ്സിലായി. എത്ര പ്രാവശ്യം പറഞ്ഞാൽ ആ കുതിരേനെ ഉണ്ട് അതിനകത്ത്. വേണ്ട, ന്യൂസ് ലാസ്റ്റ് ചെയ്യാടാ. മറ്റേത് ചെയ്തേ, ഹോമും അതുപോലെ അഡ്മിനും ചെയ്ത ഫസ്റ്റ്. ന്യൂസ് അത് ചെയ്താൽ മതി. ഇതും അങ്ങോട്ട് കൊണ്ടുവരണോ? ന്യൂസ് എല്ലാം വേണം, എല്ലാം ഇടണം അവിടേക്ക്. അതിപ്പോ ചെയ്യണ്ടടാ, അല്ല പിന്നെ ചെയ്താൽ മതി. ആദ്യം ന്യൂസ് പേജ് ലാസ്റ്റ് ചെയ്താൽ മതി. ഹോം പേജ് ചെയ്തോ. ഹോം പേജിൽ നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ചെയ്തോടാ.
നിങ്ങൾക്ക് നാളെ സെഷൻ ഉണ്ടാവില്ല കേട്ടോ. ഫ്രൈഡേ സെഷൻ ഉണ്ടോ? ആ ഫ്രൈഡേ ഉണ്ട്. ഇതുവരെ നമുക്ക് ലീവ് ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഉണ്ടാവും കേട്ടോ. ഓ നിരഞ്ജൻ എനിക്ക് ലോഗിൻ ഫയൽ റൺ ചെയ്യുമ്പോൾ എറർ വന്നു. ഷെയർ ചെയ്യൂടാ അലീന. ആണോ? ആ കാണാം. ലോഗിൻ പേജിൽ എറർ ഒന്ന് കാണിക്കോ? എന്താ എറർ കാണിക്കണം? നോ സച്ച് എലമെന്റ് എന്തോന്നാണല്ലോ കഴിക്കുന്നത്. നോ സച്ച് എലമെന്റ് എക്സെപ്ഷൻ ആണല്ലോ. ലോഗിൻ പേജ് എടുത്ത് ബട്ടൻ്റെതിലോ ഇൻപുട്ട് ആയിരുന്നോടാ? ഓ അല്ല അല്ല. മാറ്റി കൊടുത്ത അവിടെ എക്സ്പാത്തിൽ മിസ്റ്റേക്ക് ഉണ്ട്, അതാ. സ്ലാഷ് ബട്ടൺ അങ്ങനെ തോന്നല്ലേ വരിക. ഒന്ന് ഡോം ഇൻസ്പെക്ട് ചെയ്ത് എക്സ്പാത്ത് നോക്കിക്കേ. നമ്മുടെ ഫസ്റ്റ് ലോഗിൻ പേജ് ഉണ്ട്. തന്നെ വന്നതായിരുന്നു. ഓട്ടോ സെഷൻ വന്നപ്പോ എടുത്തിട്ടുണ്ടായിരിക്കും. സൈനിന്റെ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തെടുത്താൽ മതിയാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ എഴുതുന്നത് ആ എക്സ്പാത്ത് മെയിൻ കോഡിൽ വരാതിരിക്കാൻ വേണ്ടിട്ടാണോ? അതെ, ടെസ്റ്റ് ക്ലാസ്സിൽ നമ്മളുടെ ഈ കോഡ് വരാണ്ടിരിക്കാൻ ടെസ്റ്റ് ക്ലാസ്സിനെയും ഇതിനെ ഐസൊലേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ബട്ടൺ ടൈപ്പ് ഈക്വൽ സബ്മിറ്റ് ചെയ്തിക്കോ. ഒരു @ മിസ്സിംഗ് ഉണ്ടോ അലീന? എന്തിനാ ഈ വായ കൈയിടുന്നേ? അതിന്റെ ഇങ്ങോട്ട് എത്തി, അതിന്റെ അങ്ങോട്ട് എത്തിയുന്നത് പൂര മുമ്പോട്ട് നോക്കിയാലും കൂടി അതിന്റെ കാണില്ല. അങ്ങനെ പഠിക്കുന്നു. ഇതിന്റെ ഒരു മുന്നേന തേച്ചിട്ട് കാര്യമില്ല. കൂടി മാറ്റി വെക്കാൻ കഴിയൂല. വല്ല അഡ്മിനും ചെയ്തോടാ. അമ്മ ഒരു മിനിറ്റ്
ഓക്കെ. സോ ഇനി നിങ്ങൾക്ക് നാളേക്ക് 2 ടാസ്ക്സ് ഉണ്ട്. ഓക്കെ. ഒന്ന് നിങ്ങളുടെ പെൻഡിങ് ആയിട്ട് ഇനി ഏതൊക്കെ ഫയൽസിൽ പെൻഡിങ് ഉണ്ടോ അവിടെ എല്ലാം പേജ് ഫാക്ടറി കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. ഫസ്റ്റ് വൺ. ദെൻ ഇനി നമ്മൾക്ക് എല്ലാത്തിലും അസേർഷൻസ് ഇല്ല അല്ലേ? അസേർഷൻസ് മിസ്സിംഗ് ആയിട്ടുള്ളതിലെല്ലാം എന്ത് ചെയ്യണം? നിങ്ങൾ അസേർഷൻസ് ആഡ് ചെയ്യണം. നിങ്ങളുടെ എൻ്റെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ടെസ്റ്റിലും ഓരോ അസേർഷൻസ് വീതം ആഡ് ചെയ്യാനായിട്ട്. നമ്മൾ URL വെച്ചിട്ടുള്ള അസേർഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതല്ലാതെ വേറെ രീതിയിൽ അസേർഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ അസേർഷൻസ് കൊടുക്കാൻ പറ്റുക എന്ന് നോക്കി നോക്കുക. ഓക്കെ. ഈ 2 ടാസ്ക് ഉണ്ട് മറ്റന്നാളേക്ക് ചെയ്യാനായിട്ട്. ഓക്കെ. ക്ലിയർ അല്ലേടാ? കൃഷ്ണകുമാർ, അനഘ ക്ലിയർ അല്ലേ? അതെ മാം, ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ടായിരുന്നു. ശേഷം നമ്മള് ഈ ഡ്രോപ്പ് ഡൗണിന്റെ ഒരു മിനിറ്റ് ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ഷെയർ ചെയ്തു. ചെയ്തു ഷെയർ ചെയ്തു. കാണുന്നുണ്ടോ? കാണാം, പറഞ്ഞു. ഈ ഡ്രോപ്പ് ഡൗണിന്റെ ഇത് നമ്മള് ഫംഗ്ഷൻ ഇതിനകത്ത് പേജ് ഫൈൻഡ് എലമെന്റ് മാത്രം. ഫൈൻഡ് എലമെന്റ് ഓഫ് ബൈ ഡോട്ട് എച്ച് പാത്ത് ഇല്ലേടാ? അത് മാത്രം. അല്ലല്ല, ഞാൻ ചോദിക്കാൻ വന്നത് ഇത് നമ്മള് ഫംഗ്ഷനിൽ ആഡ് ചെയ്യുമ്പം നമ്മള് വേരിയബിൾ നെയിം കൊടുക്കണം അല്ലേ? അല്ല, നമ്മൾ ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അത് കുഴപ്പമില്ല. അത് ഇവിടെ നമ്മൾ റീയൂസ് ചെയ്യുന്നുണ്ടല്ലോടാ. ആ യൂസർ ടൈപ്പ് വേരിയബിളിനെ റീയൂസ് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേരിയബിളിന്റെ ആവശ്യമില്ല. അപ്പൊ ഈ സെലക്ട് ഈക്വൽ ടു സെലക്ട് ഓഫ് അതൊന്നും പേജിലേക്ക് എഴുതണ്ട? അതൊക്കെ പേജിൽ തന്നെ നിൽക്കണം. അത് വേറെ വേരിയബിളിലേക്ക് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ടല്ലോ, ബാക്കിയുള്ളതിന് ചെയ്തിട്ടില്ലല്ലോ എന്നാണ് അവൾ ചോദിച്ചത്. മനസ്സിലായോ? മനസ്സിലായി. ഞാൻ എന്നപ്പോ ഫർദർ എടുക്കുന്നില്ല, കാരണം അഖിലേന്ദു ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് എടുക്കുന്ന നമുക്ക് കുറച്ച് പ്ലഗിൻസ് കാര്യങ്ങളൊക്കെയാണ് എടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ പ്ലഗിൻസ് കാര്യങ്ങൾ നാളെ എടുക്കുന്നുള്ളൂ. അപ്പൊ ഇത്രയും പോർഷൻസ് ചെയ്തു വരിക കേട്ടോ. ഓക്കേടാ? ഓക്കേടാ, ശരി. അപ്പൊ നാളെ സെഷൻ ഇല്ല കേട്ടോ. താങ്ക് യു.